ഇന്ത്യയിലെ ദൈവസഭയെക്കുറിച്ച് ദൈവത്തിന് ചില വിചാരങ്ങളുണ്ട്, അത് ഞാൻ വിശ്വസിക്കുന്നു. നാളെ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിലെ സഭകൾക്ക് ഒരു മാതൃകയായി ഭാരതത്തിലെ സഭയെ ദൈവം ഉയർത്തി കാണിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് വിശ്വസിച്ചു. ഞാൻ എത്രയോ വർഷമായിട്ട് പറയുന്നൊരു ദൂതാണ്. അങ്ങനെയെങ്കിൽ അതിനനുസരിച്ച് ദൈവസഭയൊന്ന് ഉണർന്നൊന്ന് എഴുന്നേൽക്കുമെങ്കിൽ അത് മാത്രം മതി. അതൊന്ന് സഭ വിശ്വസിച്ചാൽ മതി, അല്ലേ? അത് സഭയൊന്ന് വിശ്വസിച്ച്, ഭാരതത്തിലെ സഭ അതൊന്ന് വിശ്വസിച്ച് ഏറ്റെടുത്താലുണ്ടല്ലോ, ലോകത്തിലുള്ള രാജ്യങ്ങൾക്ക്, അവിടെയുള്ള സഭകൾക്ക് ഒരു മാതൃകയായി ഭാരതത്തിലെ സഭ മാറും. പക്ഷെ അതിന് മുമ്പായിട്ട് ഒരുപക്ഷെ പൊളിച്ചു കളയേണ്ടതിനെ പൊളിച്ചു കളയും ദൈവം, ഇടിച്ചു കളയേണ്ടതിനെ ഇടിച്ചു കളയും, നിർമൂലമാക്കേണ്ടതിനെ നശിപ്പിക്കേണ്ടതിനെ നശിപ്പിക്കും. പക്ഷെ എന്നിട്ട് എന്ത് ചെയ്യും? ഒന്ന് പുതിയത് നടും, അല്ലെങ്കിൽ പുതിയതൊന്ന് പണിയും. ഇതെവിടെയാണ് ഈ വാക്യം എന്നറിയാമോ? യെരമ്യാ പ്രവചനം 1-ാം അധ്യായം 10-ാം വാക്യം വായിച്ച് നോക്കിയാൽ അറിയാം, അല്ലേ? ചിലതിനെ ദൈവം എന്ത് ചെയ്യും? ഇടിച്ച് കളയും, ചിലതിനെ അങ്ങ് പൊളിച്ച് കളയും, ചിലതിനെ അങ്ങ് പിഴുതങ്ങ് കളയും. ഇതെവിടെ വേണ്ട, അല്ലേ? ചിലതിനെ വേരോടെ പിഴുതങ്ങ് കളയും. എന്നിട്ട് പുതിയത് ദൈവത്തിൻ്റെ ആ ബ്ലൂ പ്രിൻ്റ് അനുസരിച്ച് എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ സ്വപ്നത്തിൽ ചിലത് അവൻ തുടങ്ങും.